നമസ്കാരം. കേരള സർക്കാരുകൾക്കെതിരായ കോൺഗ്രസ് പ്രതിഷേധ സമര പരിപാടി സമരാഗ്നി യാത്രയ്ക്ക് അല്പസമയത്തിനകം കാസർഗോട്ട് നിന്ന് തുടക്കമാകും. 14 ജില്ലകളിലൂടെയും പര്യടനം നടത്തി ഈ മാസം 29-ന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. 2 മുൻ പ്രധാനമന്ത്രിമാർ PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരത് രത്ന പുരസ്കാരം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത സംഭവിച്ചത് ഇന്നത്തെ വാർത്താ ദിനത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് പ്രഖ്യാപനത്തിന്. പെൻഷൻ ലഭിക്കാത്തതിൽ വീണ്ടും പ്രതിഷേധത്തിന്റെ വാർത്ത ഇന്ന് വന്നത് ഇടുക്കിയിൽ നിന്നാണ്. ദമ്പതികളുടെ പ്രതിഷേധം ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് ഉയർത്തിയായിരുന്നു. CPIM ഇടപെടലിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്രർ കൂടുതൽ സീറ്റ് നേടിയെന്നാണ് റിപ്പോർട്ട്. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധയാത്ര സമരാഗ്നിക്ക് അല്പസമയത്തിനകം കാസർഗോട്ട് തുടക്കമാകും. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ പിണറായി സർക്കാരിന് യോഗ്യതയില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ 24-നോട് പറഞ്ഞു. കേന്ദ്രത്തിൽ മോദി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും ചെയ്യുന്നത് എന്നാണ് വിമർശനം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നിലനിന്നാൽ ഈ രാജ്യം തകരും. ഐക്യത്തിന്റെ കോട്ട പൊളിയും. ഈ കോട്ട പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ BJP ഗവൺമെന്റും. അവർക്കെതിരെ സമരം നടത്തിയവർ അതിന് അർഹതയുള്ളവരല്ല, അർഹതയില്ലാത്തവരാ. അവർ കേരളത്തിൽ ചെയ്തതും ഇത് തന്നെയാണ്. ജനമനസ്സുകളെയും ജനതാൽപര്യങ്ങളെയും അഭിലാഷങ്ങളെയും ചവിട്ടി മതിച്ചു കൊണ്ടുപോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളത്തിൽ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാകും. കേന്ദ്ര ഏജൻസി നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്റ്റും ഈ 2 നിയമവും ഇതിൻ്റെ അകത്തുണ്ട്. ഈ 2 നിയമവും അതിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാവും. കാരണം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുടെ ബന്ധുവാണ് ഇയാൾ. അതുകൊണ്ടാണ് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്ന്. പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആരായിരിക്കുന്നത്? മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പ്രതിയാവും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു യാത്രയ്ക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ് കാസർഗോട്ട് നിന്ന്. യാത്ര എപ്പോൾ തുടങ്ങും? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിയോ? അനുജ, അല്പസമയത്തിനകം ആ യാത്രയ്ക്ക് തുടക്കമാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് സമരാഗ്നി എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കോൺഗ്രസിന്റെ നേതാക്കൾ ഓരോരാളായി ഈ വേദിയിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ K സുധാകരൻ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരെ ഈ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരും എന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള സദസ്സ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. പ്രവർത്തകരാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് സംഘടനാ തലത്തിൽ വലിയ ഒരുക്കങ്ങൾ ഇതിൽ നടത്തിയിരുന്നു. അതായത് 1 മാസം മുമ്പ് തന്നെ ഇതിന്റെ സംഘടനാ തല പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടത്തി പരമാവധി അണികളെ, പ്രവർത്തകരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ക്യാമ്പയിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ആ പ്രചാരണത്തിന്റെ തുടക്കം തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി, അല്ലെങ്കിൽ വലിയ പ്രചാരണ മുന്നേറ്റമായി കോൺഗ്രസ് ഇതിനെ കാണുന്നു. ആ തരത്തിലുള്ള ക്യാമ്പയിനാണ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കേട്ട പ്രതികരണങ്ങൾ അത് KPCC അധ്യക്ഷന്റെ ആയാലും പ്രതിപക്ഷ നേതാവിന്റെ ആയാലും അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുക, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി കൂടി വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ, രാഷ്ട്രീയ ക്യാമ്പയിനാണ് കോൺഗ്രസ് എന്തായാലും ഈ സമരാഗ്നിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെയാണ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാനമായിട്ടുള്ളൊരു സമരം സംഘടിപ്പിച്ചത്. അതിന്റെ തൊട്ടു പിറ്റേന്നാണ് കോൺഗ്രസിന്റെ ഇത്ര വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിനെ തുടക്കം കുറിക്കുന്നത് എന്നതുകൂടി ഇതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നലെ ദേശീയ തലത്തിൽ തന്നെ CPIM-ഉം അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും വലിയ വിജയമാണെന്ന് വിലയിരുത്തി, അല്ലെങ്കിൽ UDF-ഉം കോൺഗ്രസും
പ്രതിരോധത്തിലായി എന്ന ഒരു രാഷ്ട്രീയ പ്രചാരണം ഇപ്പോൾ നിലനിൽക്കുന്ന അത്ര രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിന് കോൺഗ്രസിന് മറുപടി നൽകേണ്ടതുണ്ട്. ഇന്ന് രാവിലെ മുതൽ നൽകുന്ന പ്രതികരണങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന പ്രതികരണങ്ങൾ അത് സംബന്ധിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസിന്റെ സംഘടന UDF ആകെ ഒരുക്കുക എന്നതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ 30-ലധികം പൊതുസമ്മേളനങ്ങളുണ്ട്. ദേശീയ നേതാക്കളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ പ്രചണ്ഡമായ ഒരു പ്രചാരണം തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു രാഷ്ട്രീയ പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റ് കൂടി വീണ്ടെടുത്ത് 2020 എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കാനാണ് ഞങ്ങളിപ്പോൾ യാത്രയുമായി ഇറങ്ങി പുറപ്പെടുന്നത്. മാത്രമല്ല, BJPയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സമാനമായ മുദ്രാവാക്യമാണ് കോൺഗ്രസ് മുക്ത കേരളം. അപ്പോൾ ഇവർ രണ്ടുപേരും സയാമീസ് ഇരട്ടകളാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദറാണ്. ഒരേ തൂവൽ പക്ഷികളായ ഇവർക്ക് കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നിലനിൽപ്പുള്ളൂ എന്ന് കണ്ടുകൊണ്ടാണ് അതിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും BJPയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2024 നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ഇപ്പോൾ നേതാക്കളെല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UDF കൺവീനർ MM അഫ്സൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് കോൺഗ്രസ്. ഡൽഹിയിൽ വലിയൊരു സമരം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചു. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇടതു മുന്നണി സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് ഈ സമരാഗ്നി. നിരന്തരമായ സമരങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ഈ സമരാഗ്നി ജനരോഷം ആളിക്കത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരാഗ്നി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നയിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തെത്തുമ്പോൾ ഈ സർക്കാരിൻ്റെ ജനദ്രോഹത്തിനെതിരെയുള്ള ജനങ്ങളുടെ രോഷാഗ്നിയായി ഇത് മാറും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തു കൂടി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങൾ നൽകും. അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്. വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ സദസ്സിലേക്ക് പോയാൽ സദസ്സ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സാണ്. ഇപ്പോൾ തന്നെ പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സദസ്സ് പൂർണ്ണമായും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ജാഥ നയിക്കുന്നു എന്നതും ഒരു ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ അപൂർവമായിരിക്കും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും ഒരുമിച്ചൊരു ഒരു ക്യാമ്പയിൻ, ഒരു ജാഥ നയിക്കുന്നത് എന്നതുകൂടി അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിനുണ്ട്. എന്തായാലും അല്പസമയത്തിനകം പരിപാടി ആരംഭിക്കും. ഇപ്പോൾ മറ്റ് നേതാക്കൾ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനകം പ്രവർത്തകരുടെ അകമ്പടിയോടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അനുജ, അരുൺ, ഈ പരിപാടി എങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ 14 ജില്ലകളിലൂടെയും കടന്നു പോകുമ്പോൾ പല ജില്ലകളിലും പൊതുസമ്മേളനം ഉണ്ടാകും, അതുപോലെ തന്നെ ജനങ്ങളുമായുള്ള സംവാദം ഉണ്ടാകും, അവരുടെ പ്രശ്നങ്ങൾ എന്താ എന്നത് അറിയുന്നു. ഈ തരത്തിലേക്ക് ഏതാണ്ട് ഒരു നവകേരള സദസ്സിനെ താരതമ്യം ചെയ്താൽ എങ്ങനെയാകും സമരാഗ്നി യാത്രയുടെ മുന്നോട്ട് പോക്ക്? അരുൺ, കേൾക്കാമോ? സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അരുൺ പൂപ്പറമ്പയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും അല്പസമയത്തിനകമാണ് കോൺഗ്രസിന്റെ
സമരാഗ്നി പ്രതിഷേധ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. 14 ജില്ലകളിലൂടെയും ഈ യാത്ര കടന്നുപോകും. കേരള സർക്കാരുകൾക്കെതിരായ പ്രതിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മാസം 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് യാത്ര സമാപിക്കും. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംയുക്തമായാണ് ഈ യാത്ര നയിക്കുന്നത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിന്റെ മറുപടി. കേരളം കടമെടുക്കുന്നത് കൊണ്ട് സമ്പദ് വ്യവസ്ഥ തകരുമെന്ന കേന്ദ്രവാദം ബാലിശമെന്ന് കേരളം. സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. രാജ്യത്തെ മൊത്തം കടത്തിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടമെന്നാണ് സത്യവാങ്മൂലത്തിലുള്ളത്. കേരളം കടമെടുക്കുന്ന വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വിശദമായ കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പിൽ പറയുന്നത് വസ്തുതാപരമായ വിവരങ്ങൾ അല്ലെന്ന് സമർത്ഥിക്കുന്നതാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം. രാജ്യത്തെ മൊത്തം കടത്തിന്റെ 60%-ഓളം കേന്ദ്ര സർക്കാരിന്റേതാണ്. മറ്റു സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് നോക്കിയാലും കേരളം ഏറ്റവും ഭേദപ്പെട്ട നിലയിൽ തുടരുന്നു. രാജ്യത്തിനുള്ള മൊത്തം കടത്തിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടം. കേന്ദ്രത്തിന്റെ ധനമാനേജ്മെന്റിനെയും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വിമർശിക്കുന്നു. സങ്കുചിത താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ ആരോപണം. അമർത്യ സെൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചതാണെന്നും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം വിലയിരുത്തുന്നതിനെയും സത്യവാങ്മൂലം ചോദ്യം ചെയ്യുന്നു. കേരളം സമർപ്പിച്ച സത്യവാങ്മൂലം കേന്ദ്രത്തിന്റെ കുറിപ്പിനൊപ്പം പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്കെ, ഇന്നലെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിന്റെ കണക്കുകളൊക്കെ തള്ളിക്കൊണ്ട് ചില കണക്കുകൾ, അത് UPA സർക്കാരുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചില കണക്കുകൾ അവതരിപ്പിച്ചിരുന്നു. മറ്റൊന്ന്, കേന്ദ്രം കേരളത്തിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ റിപ്പോർട്ടിൽ കേരളത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. മോശം ധനമാനേജ്മെന്റ് എന്നതടക്കം അവിടെയും ചില കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി എന്ന തരത്തിലേക്കാണ് ഇന്ന് കേരളം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനുജ, കേരളം കേന്ദ്രം നൽകിയ കുറിപ്പിനുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തത വരുത്തുന്ന വിധത്തിലുള്ള ഒരു സത്യവാങ്മൂലം എന്ന് നമുക്ക് പറയാം. ആ കുറിപ്പിൽ കേന്ദ്രം എന്തൊക്കെയാണ് പറഞ്ഞത്, അതിന് ഘടകവിരുദ്ധമാണ് സാഹചര്യം എന്ന് ബോധിപ്പിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യം. അതിൽ കേരളം പ്രധാനമായിട്ടും പറയുന്നത്, ആകെ രാജ്യത്തിന്റെ കടമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടമായി വരുന്നത്. 60%-ഓളം ആകെ കടത്തിൻ്റെത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അങ്ങനെയുള്ള കേന്ദ്രമാണ് സംസ്ഥാനം കടമെടുക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ തകിടം മറിയുന്നു എന്ന് പറയുന്നത്. കണക്കുകൾ വ്യത്യസ്തമാണ് കേന്ദ്രം പറഞ്ഞ നൽകിയിരിക്കുന്ന കുറിപ്പിൽ നിന്നും എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ വാദം. സംസ്ഥാനത്തിന്റെ സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടൽ സംസ്ഥാനത്ത് വികസന പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അമർത്യ സെൻ അടക്കം കേരളത്തിന്റെ മാതൃക കേരള മോഡൽ അത് പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങളല്ല കേന്ദ്രം നൽകിയ കുറിപ്പിൽ എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. സംസ്ഥാനം നൽകിയ കുറിപ്പും സംസ്ഥാനം നൽകിയ സത്യവാങ്മൂലവും കേന്ദ്രത്തിന്റെ കുറിപ്പും ഒരുമിച്ച് സുപ്രീം കോടതി പരിഗണിക്കും. അനുജ, ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയുടെ ദേഹത്ത് അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഉടുമ്പൻചോല പാറയ്ക്കൽ ഷീലയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായി പൊള്ളലേറ്റ ഷീലയെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽവാസിയായ ശശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഷീലയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്തിനാണ് ഈ അതിക്രമം കാട്ടിയത് എന്നാണ് പോലീസ് പറയുന്നത്? അനുജ, 60%-ഓളം പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് ആക്രമണം നടക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു. വ്യക്തി വൈരാഗ്യം, ഇതിനു മുമ്പ് ചില വാക്കുതർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ വ്യക്തി വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ ഇത്തരമൊരു പെട്രോൾ അറ്റാക്ക് നടത്താൻ വേണ്ടിയുള്ള കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അത്തരമൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ പൊള്ളലേറ്റ ഷീലയെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ പൊള്ളൽ ഗുരുതരമായതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. പ്രതിയായിട്ടുള്ള പെട്രോൾ ഒഴിച്ച ആളെ ഉടുമ്പൻചോല പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ് താൻ. ഇടുക്കിയിലാണ് യുവതിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത്. ശശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയൽവാസിയാണ് ശശി.
ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്ത് 3 പേർക്ക് കൂടി ഭാരത് രത്ന പ്രഖ്യാപിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവുവിനും ചൗധരി ചരൺ സിംഗിനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനുമാണ് പുരസ്കാരം. 3 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. പുരസ്കാരം കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായി കാണുന്നുവെന്ന് MS സ്വാമിനാഥന്റെ മകൾ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. PV നരസിംഹറാവു, ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർ അഭൂതപൂർവമായ സംഭാവന നൽകിയവരെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇതിപ്പോൾ ഈ വർഷം തന്നെ 5ാമത്തെ ആളുകൾക്ക്, അതായത് 5 പേർക്ക് ഭാരതരത്ന എന്ന തരത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടി എന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുമാണ്. അതിൽ ഈ നേടുന്നവരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ അവിടെയും രാഷ്ട്രീയ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. ഇന്നും അത് അത്തരത്തിലേക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ചൗധരി ചരൺ സിംഗ് RLD NDAയുമായി സഖ്യത്തിലേക്ക് ചേർന്ന് അതേ ദിവസം തന്നെ ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകുന്നു. എന്തായാലും ഇതിലൊക്കെയുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ ഇതിനെ വിലയിരുത്തണം? അനുജ, തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഈ 5 പേർക്ക് ഭാരതരത്ന ഈ വർഷം പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതും ഘട്ടം ഘട്ടമായാണ് ഈ പേരുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും ഏറെ കൗതുകകരമാണ്. ഈ ഏറ്റവും ഒടുവിലായി 3 പേർക്ക്, അത് മലയാളികൾക്ക് കൂടി ഏറെ അഭിമാനിക്കാൻ ഇടയുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ അടക്കമുള്ള 3 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പ്രധാനമായും MS സ്വാമിനാഥന്റേതാണെങ്കിൽ അദ്ദേഹം ഒരു ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് കേരളം മാത്രമല്ല, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, പഞ്ചാബും ഹരിയാനയും ഉത്തർപ്രദേശും അടക്കമുള്ള ഇടങ്ങളിലെ കർഷകരും അദ്ദേഹത്തോട് ഏറെ സ്നേഹവായ്പുള്ളവരാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ ഈ കാർഷിക വിളകളുടെ വിലവർദ്ധനവ് സംബന്ധിച്ചുള്ള ശുപാർശ, അത് ഇന്നും കർഷകരുടെ പ്രതിഷേധത്തിന്റെ ഒരു പ്രധാന ആവശ്യമായി നിലനിൽക്കുകയാണ്. MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നുള്ളത്. അത് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും ഉത്തരേന്ത്യയിൽ ഈ തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഡോക്ടർ MS സ്വാമിനാഥന് ഈ ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, അദ്ദേഹം കർഷകരുടെ മിഷിഹ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രധാനമായും ഉത്തർപ്രദേശിലെ ജാട്ട് വിഭാഗത്തിനിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചെറുമകൻ ആയ BJP തെരഞ്ഞെടുപ്പ് ധാരണ അല്ലെങ്കിൽ സീറ്റ് ധാരണ ഉണ്ടാക്കി ഇതിന് തൊട്ടു പിന്നാലെയാണ് ജയൻ ചൗധരിയുടെ മുത്തച്ഛനായ ഈ ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ BJPയും RLDയും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ ഒരു ധാരണ കൂടി ഇത് ഉണ്ടായിരുന്നു, ഒരു ഉപാധി ഇതായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുമ്പാണ് ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാനമായ നീക്കം നേരത്തെ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയും കൂടാതെ OBC നേതാവ്, സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഭരണം അട്ടിമറിക്കാൻ കഴിഞ്ഞതും ഇന്ത്യ മുന്നണിയിൽ നിന്നും നിതീഷ് കുമാറിനെ അടർത്തിയെടുത്ത് വീണ്ടും NDAയിൽ എത്തിക്കാൻ കഴിഞ്ഞതും. സമാനമായ നീക്കം ഈ RLDയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് PV നരസിംഹറാവു എന്ന മുൻ പ്രധാനമന്ത്രിയുടേതാണ്. കോൺഗ്രസ് അവഗണിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി എന്ന വിശേഷണം പലപ്പോഴും BJP നൽകാറുള്ള ഒരു നേതാവാണ് PV നരസിംഹറാവു. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് വീണ്ടും അവിടെ വളരാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിവരുന്നു. BJPക്കും ഏറെ പ്രതീക്ഷ ഈ സംസ്ഥാനത്ത് ഇത്തവണ അർപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ജനമനസ്സിൽ സ്ഥാനമുള്ള മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനും ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. 3 പേർക്ക് കൂടി മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ഈ വിവരം അറിയിച്ചത്. ഇതിപ്പോൾ ഈ വർഷം മാത്രം 5 പേർക്ക് ഭാരതരത്ന ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. ഇന്നിപ്പോൾ 2 പ്രധാനമന്ത്രിമാർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഒപ്പം തന്നെ മലയാളികളുടെ എക്കാലത്തെയും അഭിമാനമായ രാജ്യത്തെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച നേതൃത്വം നൽകിയ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്കാണ് ഇന്ന് ഭാരതരത്ന രാജ്യം നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കലാപം തുടരുന്ന ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇത് മരിച്ചവരുടെ എണ്ണം ഒക്കെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മറ്റൊന്ന്, ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ലേ?
അനുജ, നിലവിലിപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 4 പേർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു. അതേസമയം തന്നെ 5 പേർ കൊല്ലപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി തന്നെ ഇതുവരെ സർക്കാർ കേന്ദ്രങ്ങൾ അത്തരമൊരു വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. 250 പേർക്ക് പരിക്കേറ്റു. 100-ലധികം പേർ അതിൽ പോലീസുകാരാണ്. ഇന്നലെ വൈകിട്ടാണ് നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിൽ ഇങ്ങനൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച പഠന കേന്ദ്രവും അതോടൊപ്പം തന്നെ ആരാധനാലയവും പൊളിച്ചു നീക്കിയതിനെ തുടർന്നാണ് ഇത്തരമൊരു കലാപമുണ്ടായത്. ഇതൊരു അനധികൃതമായ നിർമ്മാണം എന്നൊരു വിശദീകരണമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൊളിക്കൽ നടപടിയെന്നും വിശദീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ കോടതിയുടെ അന്തിമ വിധി വരുന്നതിന് മുമ്പാണ് ഇത്തരമൊരു നീക്കം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഉണ്ടായതെന്നാണ് കൗൺസിൽ അടക്കം അവരുടെ വാദം. നിലവിലിപ്പോൾ ഈ മേഖലയിലാകെ തന്നെ പോലീസിന്റെ ശക്തമായ സുരക്ഷാ സന്നാഹം വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ കൂടുതൽ സേനകളെ ആവശ്യമെങ്കിൽ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതോടൊപ്പം തന്നെ ഉന്നത യോഗം ചേർന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷൂട്ട് അറ്റ് സൈറ്റും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ നടപടിയായി മുന്നോട്ട് പോകുന്നു. നിലവിൽ ഇപ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ കേന്ദ്ര സേനകളെ ആവശ്യമെങ്കിൽ വിന്യസിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ്. അത്തരം ചില ജാഗ്രതാ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നു. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനുജ, ശരി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കലാപത്തിൽ മരണം 4 അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി. മറ്റൊരു വാർത്ത, ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കണമെന്ന് അജിത് പവാർ പക്ഷം. കേരള നിയമസഭയിലെ NCP MLA-മാർക്ക് നോട്ടീസ് നൽകുമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. കേരളത്തിൽ 2 വിഭാഗത്തിനും LDF-നൊപ്പം പോകാൻ കഴിയുമെന്നും NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. എന്നാൽ രാജി ആവശ്യം മന്ത്രി AK ശശീന്ദ്രൻ തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നാഗാലാൻഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകം. ഉത്തരവ് ശരിയായി വായിക്കാത്തവരാണ് രാജി ആവശ്യപ്പെടുന്നതെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക NCP വിഭാഗം എന്നത് ശരത് പവാറിന്റെ വിഭാഗത്തിന് നൽകിയത് ആ ഒരു അംഗീകാരവും ചിഹ്നവുമെല്ലാം. അപ്പോൾ ഇവിടെ അത് ഏത് തരത്തിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മറ്റേ അജിത് പവാർ വിഭാഗത്തിലെ പക്ഷം പറയുന്നത്. അനുജ, ഈ NCP ദേശീയ തലത്തിൽ പിളർന്നപ്പോൾ അല്ലെങ്കിൽ അജിത് പവാർ ഒരു വിഭാഗം MLA-മാരുമായി പുറത്തു പോവുകയും പിന്നീട് ആ വിഭാഗത്തെ, അജിത് പവാറിന്റെ വിഭാഗത്തെ ഔദ്യോഗികമായി NCP ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വിഭാഗം എന്നുള്ളത് ശരത് പവാർ വിഭാഗമാണെങ്കിൽ പോലും ആ വിഭാഗം ഒന്നുകിൽ അജിത് പവാറിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ വെടിയണം, MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെക്കണം എന്ന ആവശ്യവുമായി കേരളത്തിലെ അജിത് പവാറിനൊപ്പം നിൽക്കുന്ന വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. NCP അജിത് പവാർ പക്ഷ നേതാവ് NA മുഹമ്മദ് കുട്ടിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ NCP ഔദ്യോഗിക വിഭാഗം എന്ന മുൻ അജിത് പവാർ വിഭാഗത്തോട് ഒപ്പം പോകണമെന്നുമുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ശശീന്ദ്രൻ ഇത്തരത്തിൽ രാജിവെച്ച ശേഷമാണ് പാർട്ടിക്ക് എതിരായി സംസാരിക്കേണ്ടത് എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. NCP ഓരോ സംസ്ഥാനത്തും അതത് സാഹചര്യമനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിന് NCPക്ക് തടസ്സമില്ല, അജിത് പവാർ വിഭാഗത്തിന് തടസ്സമില്ല എന്നുമാണ് ഈ അജിത് പവാർ വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന് മന്ത്രി AK ശശീന്ദ്രൻ നൽകുന്ന മറുപടി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് എന്നുള്ളത് 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകമാവുക. അത് പ്രധാനമായും നാഗാലാൻഡ് ഒപ്പം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇത് ബാധകമാവുക എന്നുള്ളതാണ്. തങ്ങൾ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഈ NCP അജിത് പവാർ വിഭാഗം അത്തരത്തിൽ തങ്ങൾ രാജിവെക്കാം, എന്നാൽ അതിനൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മുഴുവൻ MLA-മാരും രാജിവെക്കേണ്ടതുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. ശരി, അതാണ് ഇപ്പോൾ രാജി ആവശ്യം മന്ത്രി AK ശശീന്ദ്രൻ തള്ളുന്നു. അജിത് പവാർ വിഭാഗത്തിന്റെ ആവശ്യമാണ് ഇവർ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത്. എന്നാൽ അതിന് വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട്. വിദേശ സർവകലാശാലയുടെ ക്യാമ്പസ് സംസ്ഥാനത്ത് തുടങ്ങുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ വിവാദവും പരസ്യ പ്രസ്താവനയും വേണ്ടെന്ന് മുഖ്യമന്ത്രി. ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ളവർ പരസ്യ പ്രസ്താവന നടത്തേണ്ട എന്നാണ് നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും അതൃപ്തി പരസ്യമാക്കിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ നിക്ഷേപത്തിൽ മാറ്റങ്ങളാകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി P. ശിവൻകുട്ടി പ്രതികരിച്ചു. ഈ വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ഒരു പരിഹാരം കാണുക എന്നല്ലാതെ ഒരു നിലപാട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകം അവസാനിക്കുന്നതിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഈ രാജ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറണമല്ലോ. ഇപ്പം പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്താണ്? കുട്ടികളെല്ലാം വിദേശത്ത് പോവുകയാണ്. ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ട് മാത്രം പോയിരിക്കില്ലല്ലോ.
വിവരമെല്ലാം കുട്ടികളുടെ വിരൽത്തുമ്പിലാണല്ലോ. കുട്ടിക്കറിയാം ഏത് കോഴ്സിന് പഠിക്കാൻ പോകണ്ടെന്ന് അറിയാം. അവരുദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ ഉള്ള കോഴ്സും അതുപോലെ ജോലി സാധ്യതയും ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭത്തിലെത്തി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം കാണണം. വി എ ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അതൃപ്തിയുണ്ടോ എന്നതൊന്നും മാധ്യമങ്ങളോട് പങ്കുവെക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക് ഒരു പരാമർശം നടത്തിയിരുന്നു. എന്നാൽ അതിനെ തുടർന്നാണ് അതൃപ്തിയുണ്ട് എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൂടെയൊക്കെ പുറം ലോകത്തേക്ക് എത്തിച്ചേർന്നതും. ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ ഇടപെടാനുണ്ടാകുന്ന സാഹചര്യം എന്താണ്? മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ്? തൻ്റെ കൂടി അനുവാദത്തോടെയാണ് ധനമന്ത്രി ഇങ്ങനെയൊരു നിലപാട് മാറ്റം അത് ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണോ? പാർട്ടി നേരത്തെ തന്നെ ആ ഒരു നിലപാടിലേക്ക് മാറിയിരുന്നല്ലോ. അനുജ്, വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് കേരളത്തിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്യാതെയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വകുപ്പുമായോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായോ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. സുപ്രധാനമായ ഒരു നയത്തിലുള്ള മാറ്റമായതിനാൽ ഇക്കാര്യത്തിൽ മന്ത്രിയുമായി ചർച്ച നടത്തണം എന്നൊരു അതൃപ്തിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസമൊക്കെ പ്രകടിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതൃപ്തി ഉണ്ടെന്ന പ്രചരണം രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് അവസാനിപ്പിക്കാനായി മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ ധനമന്ത്രിക്ക് അവകാശമുണ്ട്. ഏത് വകുപ്പിനെ കുറിച്ചും പ്രഖ്യാപനം ബജറ്റിൽ നടത്താനുള്ള അവകാശം ധനമന്ത്രിക്കാണ്. എന്നാൽ ധനമന്ത്രി തന്റെ അനുമതിയോടെയാണ് ഇപ്പോൾ ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ പരസ്യ പ്രസ്താവന വേണ്ട, ഔദ്യോഗിക സ്ഥാനത്തുള്ളവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ തന്നെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ വേണ്ട, വിവാദം ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ബജറ്റിലെ പരാമർശത്തിലാണ് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കിയിൽ ദയാവധത്തിന് തയ്യാറെന്ന പോസ്റ്ററുമായി സമരം ചെയ്ത വൃദ്ധ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചു. അടിമാലി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. പെൻഷൻ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് CPIM നേതാക്കൾ ഉറപ്പ് നൽകിയതോടെ ദമ്പതികൾ പോസ്റ്റർ അഴിച്ചു മാറ്റി. അവർ പറഞ്ഞത് മാസാമാസം പെൻഷൻ തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അതിന് എന്തൊരു ഉറപ്പില്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് സമരം ഞാൻ അവസാനിപ്പിക്കുക. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ നടത്തുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഞങ്ങൾ നേരത്തെ മുതൽ കുഞ്ഞുനാളെ മുതൽ അറിയുന്ന സഖാവാണ്. സഖാവ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം എന്തുണ്ടെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് സഖാവ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, വീണ്ടും ഒരു സമരം നമ്മൾ കാണുകയാണ്. അത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഏത് തരത്തിലേക്ക് ഈ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ദമ്പതികൾ വ്യക്തമാക്കുന്നത്. പാർട്ടി നേതാക്കളോട് ഉറപ്പ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവർ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം, അല്ലേ? അനുജ, 3 മാസങ്ങൾക്ക് മുമ്പ് മറിയക്കുട്ടിയുടെ ഒരു വലിയ സമരം നമ്മൾ അടിമാലിയിൽ കണ്ടതാണ്. അത് അടിമാലിയിലെ മാത്രമല്ല കേരളത്തിലെ CPM-നാകെ വലിയ പൊല്ലാപ്പുണ്ടാക്കിയ ഒന്ന് തന്നെയായിരുന്നു. അതുപോലൊരു അവസ്ഥ വീണ്ടും ഉണ്ടാകാതിരിക്കുക എന്നുള്ളൊരു നിർബന്ധം അടിമാലിയിലെ CPM പ്രവർത്തകർക്ക് അല്ലെങ്കിൽ CPM നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാവിലെയാണ് ഈ പ്രതിഷേധ സമരം, ഈ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ദയാവധത്തിന് തയ്യാർ എന്ന് എഴുതിയ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഈ വൃദ്ധ ദമ്പതികൾ തുടങ്ങിയത്. പിന്നാലെ CPM-ന്റെ നേതാക്കളെത്തി ഇത് അഴിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ അതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത് വലിയ വാർത്തയായി വലിയ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ CPM-ന്റെ ഏരിയ സെക്രട്ടറി നേരിട്ടെത്തുകയും 1.5 മണിക്കൂറോളം ഈ വൃദ്ധ ദമ്പതികളും അവരുടെ മക്കളുമായും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളുമായും ഒക്കെ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചത്. എന്തായാലും ഈ പ്രതിഷേധം താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിച്ചത് എന്നുള്ളത് ഈ വൃദ്ധ ദമ്പതികൾ എടുത്തു പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും CPM നേതാക്കളെ വിശ്വസിക്കുകയാണ്. അവർ പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. മാത്രമല്ല എല്ലാ തരത്തിലുള്ള സഹായവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് തങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വാഗ്ദാനങ്ങൾ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും മാത്രമല്ല അനിശ്ചിതകാലത്തേക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധം നടത്തേണ്ടി വന്നാൽ അത് ഉൾപ്പെടെ ചെയ്യുമെന്നും ഇവർ ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ CPM നേതാക്കളുടെ അനുനയ നീക്കം ഫലം കണ്ടിരിക്കുകയാണ്. അങ്ങനെ 1.5 ദിവസം നീണ്ടുനിന്ന പ്രതിഷേധ സമരം വൃദ്ധ ദമ്പതികൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ നടപടി കൂടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടോ?
നിലവിൽ എന്തായാലും ഇവർക്കൊരു കടയുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ കടയിലാണ് ഈ പ്രതിഷേധ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കടയിൽ വലിയ സാധനങ്ങൾ, കച്ചവടം നടത്താനുള്ള സാധനങ്ങളൊന്നുമില്ല. അത് ഈ CPM-ഉം DYFI-യും കൂടെ ചേർന്നുകൊണ്ട് ഈ കടയിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രതിഷേധം ഉണ്ടായ സമയത്ത് ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ എടുക്കുന്നതിന് വേണ്ടി BJP-യും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ രംഗത്തെത്തിയിരുന്നു. ഈ വൃദ്ധ ദമ്പതികൾക്ക് ഇന്ന് ഭക്ഷ്യക്കിറ്റ് കൈമാറിയിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ഈ പെൻഷൻ തുക, അതായത് 1600 രൂപ സർക്കാർ പെൻഷൻ കൊടുക്കുന്നതുവരെ കൊടുക്കാൻ തയ്യാറാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ഇടയിലാണ് CPM എന്തായാലും ഇതിൽ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അവർക്ക് നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം കൂടിയായിരുന്നു. എന്തായാലും അതാണ് വിജയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വൃദ്ധ ദമ്പതികൾക്കും ആശ്വാസമാണ്. അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കടയിലേക്കുള്ള സാധനങ്ങൾ, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ അവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, പെൻഷൻ ലഭിക്കാതെ സമരത്തിനിറങ്ങിയ വൃദ്ധ ദമ്പതികൾ അവരുടെ സമരം അവസാനിപ്പിച്ചു. പെൻഷൻ ഉറപ്പായും നൽകും എന്ന പ്രാദേശിക CPM നേതൃത്വത്തിന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്ന് ആരാഞ്ഞ കോടതി വിഷയത്തിൽ ആർക്കൊക്കെ എതിരെ നടപടിയെടുത്തുവെന്ന് അറിയിക്കാനും ആവശ്യപ്പെട്ടു. കേസിൽ ചൊവ്വാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടതാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിനോട് ക്ഷോഭിക്കുന്ന കോടതിയാണ് നമ്മൾ കണ്ടത്. കോടതി എന്താണ് പറഞ്ഞത്? ഗുരുവായൂരിൽ ആനക്കോട്ടയിൽ ആനകൾക്ക് പാപ്പാന്റെ കയ്യിൽ നിന്നും മർദ്ദനമേറ്റ സംഭവത്തിൽ ഇന്ന് കോടതി രൂക്ഷ വിമർശനം ദേവസ്വം ബോർഡിന് നേരെ ഉയർത്തി. ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ആനക്കോട്ടയുടെ ചുമതല ആർക്കാണെന്ന് ആരാഞ്ഞ കോടതി ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ആർക്കൊക്കെ ഇതിന് നടപടിയെടുത്തു എന്ന് ഇന്ന് ചോദിക്കുകയുണ്ടായി. മാനേജിംഗ് കമ്മിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്വം വേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു. ആനകളുടെ സംരക്ഷണം സംബന്ധിച്ച് എല്ലാവിധ ഉത്തരവും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. ആനകളോട് ക്രൂരമായി പെരുമാറുന്നവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് ആനകളെ പരിക്കേൽപ്പിക്കുന്ന പാപ്പാന്മാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഇന്ന് കോടതി പറയുകയുണ്ടായി. ആനക്കോട്ടയിൽ CCTV സ്ഥാപിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയ്ക്കകം അവിടെ നടന്ന സംഭവങ്ങളിൽ കൃത്യമായ സത്യവാങ്മൂലം കോടതി മുൻപാകെ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ശരി, ഇന്ന് കോടതിയുടെ രൂക്ഷമായ വിമർശനമാണ് ദേവസ്വം ബോർഡിന് നേരെയുണ്ടായത്. ഇന്നലെയാണ് ആനകളെ ക്രൂരമായി ആനക്കോട്ടയിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ പരാതിക്കാരിയുടെ പ്രതിഷേധം. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് സമരം. മന്ത്രി പറഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് അതിജീവിത ആരോപിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, സമരം തുടരുകയാണോ? അതിജീവിത, നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അനുജ, പ്രധാനമായും നേരത്തെ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 3 സമിതികളെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ ഒരു റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നേരത്തെ കൈമാറിയിരുന്നു. പക്ഷേ മറ്റ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രിയെ അടക്കം അതിജീവിത സമീപിച്ചിരുന്നു. ആരോഗ്യമന്ത്രി റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടും DME മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് ഈ റിപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നതാണ് അതിജീവിതയുടെ പരാതി. ഇത് ആവശ്യപ്പെട്ടാണ് ഇന്ന് DME ഓഫീസിൽ എത്തിയത്. ഇന്ന് ഓഫീസിൽ എത്തിയിട്ടും ഈ റിപ്പോർട്ട് കൈമാറിയില്ല എന്നതാണ് അതിജീവിത പറയുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്നതാണ് അതിജീവിത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കണമെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നതുമാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഈ റിപ്പോർട്ട് കൈമാറാത്തതിലാണ് അതിജീവിത ഒരു പ്രതിഷേധവുമായി തന്നെ DME ഓഫീസിൽ തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതികളെ അടക്കം ഒരു സംരക്ഷിക്കുന്ന നിലപാട് നേരത്തെയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധം അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിജീവിതയെ സംരക്ഷിച്ചിരുന്ന ജീവനക്കാരെ അടക്കം അവിടെ നിന്ന് ഈ പ്രതികാര നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റി എന്നുള്ള ആരോപണങ്ങൾ അടക്കം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് DME ഓഫീസിൽ അതിജീവിത എത്തിയിരിക്കുന്നത്. അനുജ. ശ്രീ MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.
നമസ്കാരം. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. നോക്കാം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണികൾ. സെൻസെക്സ് 167 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,783 പോയിന്റിൽ വ്യാപാരം അവസാനിപ്പിച്ചു. പിന്തുണച്ചത് ബാങ്ക് ഓഹരികളിലെ ശക്തമായ നേട്ടം. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകളിൽ നഷ്ടം. പേടിഎം ഇ കൊമേഴ്സ് പൈ പ്ലാറ്റ്ഫോം എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന റിപ്പോർട്ട്. പുനർനാമകരണത്തിന് കമ്പനി രജിസ്ട്രാറിൽ നിന്ന് അനുമതി ലഭിച്ചു. ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്പായ ബിറ്റ്സിലയെ ഏറ്റെടുക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് പേടിഎം. ടെക്സ്റ്റൈൽ നിർമ്മാണ കേന്ദ്രമായി മാറാനുള്ള ശ്രമങ്ങളുമായി ഇന്ത്യ. ടെക്സ്റ്റൈൽ മെഗാ പാർക്കുകൾക്ക് ഇൻഫ്രാ ഡെവലപ്പർമാരെ ഉടൻ ലഭിക്കും. ഡെവലപ്പർമാർക്കായി 12,000 കോടി രൂപ ചെലവഴിക്കും. ഓരോ ടെക്സ്റ്റൈൽ പാർക്കും നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത് 1000 ഏക്കർ വിസ്തൃതിയിൽ. നികുതി വെട്ടിപ്പ് നടത്തിയ ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ നടപടിയുമായി ആദായ നികുതി വകുപ്പ്. അടുത്ത മാസം അവസാനത്തോടെ കമ്പനികളിലേക്ക് 25,000 കോടി രൂപയുടെ നികുതി നോട്ടീസ് അയക്കാൻ സാധ്യത. ഇൻഷുറൻസ് കമ്പനികൾ നൽകിയ അധിക കമ്മീഷനെ കുറിച്ചും അന്വേഷണം. ഓഹരി വിപണിയിൽ ഹോങ്കോങ്ങിനെ മറികടന്ന ഇന്ത്യൻ ഓഹരി വിപണി. പ്രതിദിന ട്രേഡിംഗ് മൂല്യം $16.5 ബില്യൺ ഉയർന്നു. ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. തുടർച്ചയായി ഒരു 2 ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഒരു നെഗറ്റീവ് നോട്ടിലാണ്. അതിൽ നിന്ന് ഇന്ന് വിപണി തിരിച്ചു കയറിയത് ഒരു ചാഞ്ചാട്ടത്തിന്റെ പാതയിലായിരുന്നു. ഒടുവിൽ ഇന്നത്തെ ദിവസം വ്യാപാരം ഇന്ത്യൻ ഓഹരി വിപണിയിൽ അവസാനിപ്പിക്കുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലാണ്, ഒരു നേട്ടത്തിന്റെ പാതയിലാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി സെൻസെക്സ് സൂചികളിലൊക്കെ തന്നെ ഒരു ഗ്രീൻ സിഗ്നലാണ് കണ്ടത്. വളരെ ശക്തമായ ഒരു നേട്ടം അല്ലെങ്കിൽ ബാങ്കിംഗ് ഓഹരികളിലുണ്ടായ ഒരു പിന്തുണയാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ഓഹരി വിപണികളെ തിരിച്ച ഒരു ഗ്രീൻ സിഗ്നലിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. ഇനി സൂചികകളിലേക്ക് കടക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിൽ ഇത് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് 64 പോയിന്റ് ഉയർന്ന് 21,782 പോയിന്റിലാണ് ഇന്ന് നിഫ്റ്റി 50യിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സൂചികകളിൽ ഏകദേശം 1% ഓഹരികളിൽ നഷ്ടമുണ്ടായി. പക്ഷേ നിഫ്റ്റി ബാങ്ക് ആയാലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ആയും വളരെ വലിയ ഒരു തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ടത് ബാങ്കിംഗ് ഓഹരികളിലായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഓഹരി വിപണിയെ പിന്തുണച്ചിട്ടുള്ളതും നിഫ്റ്റി ബാങ്കുകളാണ്. നിഫ്റ്റി ബാങ്കിൽ 45,634 പോയിന്റിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 622 പോയിന്റിലാണ് നേട്ടം നേടിയിരിക്കുന്നത്. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വന്നാലും 138 പോയിന്റ് വർധനവിൽ 20,203 പോയിന്റിലാണ് ഇന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും അതുപോലെ തന്നെ വളരെ ഒരു പോസിറ്റീവ് ഒരു ഉണർവിന്റെ പാതയിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 167 പോയിന്റ് മികവിൽ 71,595 പോയിന്റിലാണ് സെൻസെക്സിൽ ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഓയിൽ, ഗ്യാസ്, മെറ്റൽ ഓഹരികളിലൊക്കെ തന്നെ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തി. പക്ഷേ ബാങ്കിംഗ് ഓഹരികളുടെ ശക്തമായ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. 2 മുതൽ 4% വരെയാണ് ആക്സിസ്, ICICI, SBI ബാങ്കുകളുടെയൊക്കെ ഒരു ഓഹരിയിൽ വിൽപ്പനയിൽ ഒരു വർധനമുണ്ടായത്. ഇതൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ വിപണിയിൽ ഒരു ഗ്രീൻ സിഗ്നലിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കാൻ കാരണമായിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ തോമസ് ആണ്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ സിഗ്നലിലാണ്. ഒരു ചാഞ്ചാട്ടത്തിന്റെ പാതിൽ നിന്ന് ഏറ്റവും അവസാനം ഒരു ഗ്രീൻ സിഗ്നലിൽ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നു. ഇനി 2 ദിവസത്തെ ഒരു മാർക്കറ്റ് അവധിയാണ്. അതിനുശേഷം വിപണി തിങ്കളാഴ്ച തുറക്കുകയാണ്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം അടുത്തയാഴ്ച വിപണിയെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് മാർക്കറ്റ് ആദ്യ പകുതിയിൽ മാർക്കറ്റ് ഒരു വീക്ക്നെസ് കാണിച്ചിരുന്നു. 21,630 വരെ താഴോട്ട് പോയിരുന്നെങ്കിലും അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ച് പതുക്കെ കയറി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഏകദേശം 64 പോയിന്റ് നിഫ്റ്റി ഉയർന്ന് ആണ് ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് മാർക്കറ്റ് ഉയർന്ന് ക്ലോസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഒരു ട്രെൻഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ആഴ്ചയും തിങ്കളാഴ്ച മാർക്കറ്റ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നിരുന്നാലും ഒറ്റയടിക്ക് മാർക്കറ്റ് ഉയർന്ന് ഒരു പുതിയ ഹൈയിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല. കാരണം 22,125 ഓൾ ടൈം ഹൈ ആയിട്ട് നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ നിൽക്കാനുള്ള സാധ്യതകളാണ്. താഴോട്ട് പോവുകയാണെങ്കിലും 21,500 ലെവല്
ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിൽക്കും. 400 നല്ല സപ്പോർട്ടാണ്. ഈ ലെവലിനുള്ളിൽ തന്നെ നിഫ്റ്റി അടുത്ത ആഴ്ചയിലും കയറി ഇറങ്ങി നിൽക്കുവാനുള്ള ഒരു സാധ്യതയാണ് മാർക്കറ്റിലുള്ളത്. ഇന്ന് ബാങ്കിങ് ഷെയർസ് നല്ല ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI, യെസ് ബാങ്ക് ഒക്കെ പോസിറ്റീവായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ബാങ്കും നന്നായിട്ട് കയറി. അതുപോലെ സിമെൻറ്റ് ഷെയർസ് ACC 5% ഉയർന്ന് ആണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ബിർള കോർപ്പറേഷൻ 6% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ സിമെൻറ്റ്, അംബുജ സിമെൻറ്റ് എല്ലാം 2 മുതൽ 4% വരെ ഉയർന്ന് ക്ലോസ് ചെയ്തു. എന്നാൽ ടയർ കമ്പനികൾ അപ്പോളോ ടയർസ് 5% താഴെയായിരുന്നു, MRF 4% താഴെയായിരുന്നു. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേർന്നത്. ഇനി 2 ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ചയാണ് ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിക്കുക. അതിനിടയിൽ അടുത്തയാഴ്ച നിർണായകമാകുക US, UK, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പണപ്പെരുപ്പ കണക്കുകൾ പുറത്തുവരാനിരിക്കുന്നു. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷവും ഇത്തരത്തിൽ വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാകാം. നോക്കാം ഇനി മാർക്കറ്റ് വ്യൂവുമായി അടുത്തയാഴ്ച കാണാം. ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുജ രാജേഷ് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇനി ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം RTOയെ ഉപരോധിച്ച യൂത്ത് ലീഗ്. മാസങ്ങളായി ലൈസൻസും RCയും കിട്ടാത്തതിലാണ് പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന്. സമീർ, വിശദാംശങ്ങൾ എന്താണ്? 3:15 കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മലപ്പുറം RTO ഓഫീസിലെത്തി അപ്രതീക്ഷിതമായി RTOയെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 3 മാസത്തിലധികമായി ലൈസൻസോ അതോടൊപ്പം തന്നെ പുതിയ RC രേഖകളൊന്നും തന്നെ പ്രിന്റ് ചെയ്ത് നൽകാത്തൊരു സ്ഥിതിയുണ്ട്. ഇതിൽ ഒരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RTOയെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് അരമണിക്കൂറോളം സമയം ഈ RTOയെ ഉപരോധിച്ചു. പിന്നീട് മലപ്പുറം പോലീസ് എത്തിയാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. നിലവിൽ ഇപ്പൊ ഇവിടെ ശാന്തമായിരിക്കുകയാണ്. 3 മാസമായി ഈ സർക്കാർ പണം നൽകാത്തതിന്റെ പേരിൽ ഈ RC ഒപ്പം തന്നെ ലൈസൻസ് ഉൾപ്പെടെയുള്ള പെൻഡിംഗ് നടക്കുന്നില്ല. 8 കോടിയോളം രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ പ്രിന്റിംഗ് നടത്തുന്ന ഏജൻസിക്ക് നൽകാനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിന്റിംഗ് അവസാനിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ആളുകൾ ഒരു പ്രതിഷേധത്തിലേക്കൊപ്പം തന്നെ ബുദ്ധിമുട്ടിലേക്കും നീങ്ങിയിരിക്കുന്നത്. അനുജ, മലപ്പുറം RTOയെ ഉപരോധിച്ച യൂത്ത് ലീഗ്. മാസങ്ങളായി ലൈസൻസും RCയും നൽകാത്തതിലാണ് പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നു എന്നുള്ളത്. ഫലപ്രഖ്യാപനം നീളുകയാണ്. 139 സീറ്റുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്രരാണ് മുന്നിൽ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഖിലശ്രീ ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഖിലശ്രീ, ഇതിനോടകം തന്നെ ഫലപ്രഖ്യാപനം നീളുന്നു, വൈകുന്നു എന്നുള്ളതിൽ പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനാണ് എന്നൊക്കെയുള്ള ആരോപണം PTIയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ കണക്കുകൾ എങ്ങനെയാണ്? അവിടെയും സ്വതന്ത്രൻ മുന്നിൽ എന്നതാണോ? തീർച്ചയായും അനുജ, ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 139 സീറ്റുകളുടെ ഫലം പുറത്തു വന്നു. ഇതിൽ PTI, അതായത് ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്രർ 55 സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. നവാസ് ഷെരീഫിന്റെ PMNLന്റെ സ്ഥാനാർത്ഥികൾ 43 പേരും PPPയുടെ 35 പേരുമാണ് ഏറ്റവും ഒടുവിലായി വിജയിച്ചിരിക്കുന്നത്. സ്വതന്ത്രർക്ക് മുന്നേറ്റം ഉള്ളതുകൊണ്ട് തന്നെ തങ്ങളുടേതാണ് വിജയമെന്ന അഭിപ്രായമാണ് ഇമ്രാൻഖാനുള്ളത്. വൈകുന്നേരം 5:30 ഫലം വരുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ അട്ടിമറി ആരോപണം, അതായത് ഫലപ്രഖ്യാപനത്തിലും റിസൾട്ടിലും അട്ടിമറി ആരോപണം ധാരാളമായി ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്വതന്ത്രർ ജയിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് ഇമ്രാൻഖാൻ. തോൽവി സമ്മതിക്കണമെന്നാണ് അദ്ദേഹം PMNL നേതാവ് നവാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസ് അന്തിമ വിജയം തങ്ങൾക്കായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇടയ്ക്കും തലയ്ക്കുമൊക്കെയായി ധാരാളം ആക്രമണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുജ, ശരി, ഏത് തരത്തിലേക്ക് ഇതിൽ എങ്ങനെയാകും സർക്കാർ രൂപീകരണം എന്നതിൻ്റെയൊക്കെ എന്തെങ്കിലും സൂചനകളുണ്ടോ? സ്വതന്ത്രരെ കൂടി ഉൾപ്പെടുത്താൻ നവാസ് ഷെരീഫ് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. ഒരുപക്ഷെ അതിൽ PPPയുമായി ചേർന്നുള്ള ഒരു സഖ്യ സർക്കാർ രൂപീകരണത്തിലേക്ക് പോകും എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അതിൽ എന്തെങ്കിലും ഔദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നതായൊക്കെ അറിയാമോ? ഔദ്യോഗികമായ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ സൈന്യത്തിൻ്റെ പിന്തുണയുള്ളത് PMNLനായതുകൊണ്ട് തന്നെ PMNLനും PP-യും കൂടെ സഹകരിച്ച് ഒരു സഖ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്വതന്ത്രർക്ക് മുന്നേറ്റമുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടേതാണ് അന്തിമ വിജയമെന്ന നിലപാടിലാണ് ഇമ്രാൻഖാന്റെ PTI.
അതെ, സ്വതന്ത്രരെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യത അത് തള്ളിക്കളയാതെ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങൾ. എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിച്ചത്. ഇന്നത്തെ മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിൽ 2 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ചു. പെരിന്തൽമണ്ണ തൂത സ്വദേശി സുഹൈൽ ജംഷിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഉമറാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് പാമ്പുകടിയേറ്റത്. മാതാവ് ജംഷിയയുടെ വീട്ടിൽ വെച്ചാണ് 2 വയസ്സുകാരന് ഇന്നലെ രാവിലെ പാമ്പ് കടിയേറ്റത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ മുഹമ്മദ് ഉമറിന്റെ കരച്ചിൽ കേട്ട് മാതാവ് ഓടിയെത്തിയതായിരുന്നു. പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ 5 മുറിവുകൾ കണ്ടെത്തി. ഉടൻ തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 5 മുറി, കാൽമലും കൈമലും, കൈയിന്റെ ഉള്ളനടിയിലും കാൽമലും. രാവിലെ 8 മണിക്ക് കൊണ്ടുപോയും ചെയ്തിരുന്നു. ക്ഷുദ്രജീവികളുടെ സാന്നിധ്യം ഇതിനു മുൻപില്ലാത്ത പ്രദേശത്ത് സംഭവിച്ച ദുരന്തം നാട്ടുകാരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കടിച്ച പാമ്പ് ഏതിനത്തിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 മലപ്പുറം. വേനൽ കടുത്തതോടെ വീട്ടുമുറ്റത്തും പരിസരത്തും തണുപ്പ് തേടിയെത്തുന്ന പാമ്പുകളെ കാണുന്നത് പതിവാണ്. പാമ്പ് ശല്യം ഒഴിവാക്കാൻ മുൻകരുതലും പാമ്പ് കടിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളും എന്തെല്ലാമാണ് പരിശോധിക്കും. പാമ്പുകടിയേറ്റാലോ പാമ്പുകടിയേറ്റവരെ കണ്ടാലോ പകച്ചു നിൽക്കണ്ട. കടിയേറ്റയാളെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. മുറിവിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കടിയേറ്റ മുറിവിലൂടെ രക്തം ഞെക്കിക്കളയുക. കടിയേറ്റ വ്യക്തിയെ നിരപ്പായ പ്രതലത്തിൽ കിടത്തുക. കുടിക്കാൻ ധാരാളം വെള്ളം നൽകുക. പാമ്പ് കടിച്ചാൽ 6 മണിക്കൂറിനുള്ളിലെങ്കിലും പ്രതിവിഷം നൽകിയിരിക്കണം. കടിച്ചത് ഏതു പാമ്പാണ് എന്നു മനസ്സിലാക്കാൻ സാധിച്ചാൽ ചികിത്സയ്ക്കുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാം. പരിഭ്രാന്തരായി കടിയേറ്റ വ്യക്തിയെ പേടിപ്പിക്കരുത്. വിഷം വ്യാപിക്കാനിടയാകും. മുറിവ് കീറാൻ പാടില്ല. ബ്ലേഡ് ഉപയോഗിച്ച് മുറിവ് വലുതാക്കി വിഷം കളയാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, കൂടുതൽ രക്തനഷ്ടത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. മുറിവിനു മുകളിൽ തുണി ഉപയോഗിച്ച് കെട്ടുക. 10 മിനിറ്റിനുള്ളിൽ അഴിച്ചു കെട്ടുകയും വേണം. കടിയേറ്റ് 1 മണിക്കൂറിലേറെ കെട്ട് നിലനിർത്തരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുറിവേറ്റ ഭാഗം അധികം മുറുക്കി കെട്ടാൻ പാടില്ല എന്നതാണ്. ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്തി കോശങ്ങൾ നശിക്കുന്നതിന് ഇടയാകും. കടികൊണ്ടയാൾ അധികം നടക്കാനും ഓടാനും പാടില്ല. ശരീരം ഇളകാതെ നോക്കണം. മുൻകരുതലിനായി സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനം വീടിനും പരിസരത്തുമുള്ള കാട് വെട്ടിത്തെളിക്കുക. പൊന്തക്കാട്ടിലും കല്ലുകൾക്കിടയിലും പൊത്തുകൾക്കിടയിലും പാമ്പ് ഇരിക്കാൻ സാധ്യതയുള്ളിടത്തെല്ലാം നിരീക്ഷിക്കുക. വീടിന് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ന്യൂസ് ഡെസ്ക് 24. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.